ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീംസ് കാര്യങ്ങളൊക്കെയാണ്. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. നിങ്ങളിതിനു മുമ്പ് പാർട്ട് 1 പാർട്ട് 2 കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടത് കാണണം. പുതിയ സ്കീമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പുതിയ സ്കീമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് പാർട്ട് 3 വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് പിങ്ക് ബസ്സാണ്. പിങ്ക് ബസ് എന്താണ്? പുതിയൊരു ഇനിഷ്യേറ്റീവാണ്. പുതിയ ന്യൂ ഗവൺമെൻറ്റൊക്കെ വന്നു. പുതിയൊരു പദ്ധതിയാണിത്. പിങ്ക് ബസ് എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷിതവും സൗകര്യപ്രദവുമായ രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC എന്താണ് രാത്രികാല സർവീസുകൾ ആരംഭിക്കുന്നു. അതിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? പിങ്ക് ബസ്സാണ്. പിങ്ക് ബസ് സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷിതവും സൗകര്യപ്രദവുമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടി KSRTC നടപ്പാക്കുന്ന പദ്ധതിയാണ് പിങ്ക് ബസ് എന്ന് പറയുന്നത്. പിങ്ക് ബസ് പദ്ധതി എവിടെയാണ്? പരീക്ഷണാടിസ്ഥാനത്തിൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ എവിടെയാണ്? തിരുവനന്തപുരം ടെക്നോ പാർക്ക് റൂട്ടിലാണെന്നാണ് സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ്? സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷിതവും സൗകര്യപ്രദവുമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന KSRTC നടപ്പാക്കുന്ന രാത്രികാല ബസ് സർവീസാണ് എന്താണ്? പിങ്ക് ബസ് എന്ന് പറയുന്നത്. പിങ്ക് ബസ്. ദെൻ അടുത്തത് ഓപ്പറേഷൻ കളരിയാണ്. ഓപ്പറേഷൻ കളരി കേരളത്തിലെ നിലവിലുള്ള കായിക ആസ്തികളെ പുനരുജ്ജീവിപ്പിക്കുവാനും പ്രൊഫഷണലായി പരിപാലിക്കാനും ലക്ഷ്യമിട്ടെന്താണ് കായിക യുവജനകാര്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്താണ്? ഓപ്പറേഷൻ കളരി എന്ന് പറയുന്നത്. ഓപ്പറേഷൻ കളരി ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്പറേഷൻ കളരിയുടെ ഫുൾ ഫോം കേരള അലയൻസ് ഫോർ ലോക്കൽ അത്ലറ്റിക് റിവാംപ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നതാണ് ഓപ്പറേഷൻ കളരിയുടെ പൂർണ്ണരൂപം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്തുടനീളമുള്ള സ്റ്റേഡിയങ്ങൾ, നീന്തൽ കുളങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകൾ, ജിംനേഷ്യങ്ങൾ തുടങ്ങിയ കായിക ആസ്തികളുടെ അടിസ്ഥാന സൗകര്യ വികസനം, അറ്റകുറ്റപ്പണി, നവീകരണം, ഉപകരണവൽക്കരണം, പരിപാലനം എന്നിങ്ങനെയുള്ള സമഗ്ര വികസനമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഒരു പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ എന്താണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ കളരി എന്താണ്? കേരളത്തിലെ നിലവിലുള്ള കായിക ആസ്തികളെ പുനരുജ്ജീവിപ്പിക്കുവാനും പ്രൊഫഷണലായി പരിപാലിക്കാൻ ലക്ഷ്യമിട്ട് കായിക യുവജനകാര്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ കളരി. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗ്രീൻ മാർഷൽസ് ആണ്. ഗ്രീൻ മാർഷൽസ് സംസ്ഥാനത്തെ എന്താണ്? ടൂറിസം കേന്ദ്രങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദവും സുരക്ഷിതവുമാക്കുന്നതിനായിട്ട് വിനോദസഞ്ചാര വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രീൻ മാർഷൽസ് ആണ്. ഗ്രീൻ മാർഷൽസ് സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദവും സുരക്ഷിതവുമാക്കാനായിട്ട് വിനോദസഞ്ചാര വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രീൻ മാർഷൽസ് ആണ്. ഗ്രീൻ മാർഷൽസ് ഈ പദ്ധതി ആദ്യമായിട്ട് എന്താണ്? ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് ഈ പദ്ധതി എന്താണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്? ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, സന്ദർശകർക്ക് എന്താണ് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശവും സഹായവും നൽകുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് പിന്തുണ നൽകുക, മാലിന്യ നിർമ്മാർജ്ജനവും പ്ലാസ്റ്റിക് ഉപയോഗവും നിയന്ത്രണവും നിരീക്ഷിക്കുക, ടൂറിസം കേന്ദ്രങ്ങളിലെ പൊതു സൗകര്യങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുക എന്നിവയാണ് എന്താണ് ഗ്രീൻ മാർഷൽസിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ മാർഷൽസ് എന്താണ്? സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദവും സുരക്ഷിതവുമാക്കുന്നതിനായിട്ട് വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഗ്രീൻ മാർഷൽസ് ആണ്. ഗ്രീൻ മാർഷൽസ്. ഇനി അടുത്തതായിട്ട് വരുന്നത് കനിപ്പന്തൽ ഇനിയും വിദ്യാലയങ്ങളിലും. കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളും എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? അപ്പോൾ എന്താണ്? കുട്ടികളിലെ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ എന്താണ് ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായിട്ട് കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ചോദിക്കാം. ഏതാണത്? കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഏതിൻ്റെ ലക്ഷ്യം? കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളും എന്ന് പറഞ്ഞ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ്? സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്നീ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പഴവർഗ്ഗ പോഷകത്തോട്ട പദ്ധതിയിലൂടെയാണ് എന്താണ് ഈ കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങൾ പദ്ധതി എന്താണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ദെൻ ഈ പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? കണക്ട് വർക്ക് പദ്ധതി എന്ന് പറയുന്നത്. ഇതിൽ പലരും എന്താണ് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും, പൈസയും കിട്ടി കാണും. അപ്പോൾ എന്താണ്? സംസ്ഥാനത്തെ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതെന്നാണ് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കുന്ന പദ്ധതി ഏതാണ്? അത് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയാണ്. ദെൻ അടുത്തത് കമ്മ്യൂൺ വർക്ക് നിയർ ഹോം ആണ്. കേരളത്തിൻ്റെ ഇൻഫോർമേഷൻ ടെക്നോളജി മീൻസ് IT വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏതാണ്? കമ്മ്യൂൺ വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത്. ഈ പദ്ധതി എന്താണെന്ന് ഒന്നും കൂടെ വിശദീകരിക്കാം. എന്താണ്?
IT മേഖലയിലെ പ്രൊഫഷനുകൾക്കും ഫ്രീലാൻസർമാർക്കും എന്താണ് മെട്രോ നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്ന് മാറി വീടിനടുത്ത് എന്താണ് ലോകോത്തര നിലവാരമുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഏത് പദ്ധതിയാണ്? കമ്മ്യൂൺ വർക്ക് നിയർ ഹോം പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യ കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. അപ്പോൾ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് എന്താണ്? IT മേഖലയിലെ പ്രൊഫഷനുകൾക്കും ഫ്രീലാൻസർമാർക്കും മെട്രോ നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്ന് മാറി വീടിനടുത്ത് ലോകോത്തര നിലവാരമുള്ള തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരുക്കുക എന്നതാണ് കമ്മ്യൂൺ വർക്ക് നിയർ ഹോം എന്ന പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദെൻ അടുത്തത് കേരള ഹെൽത്ത് പോർട്ടലാണ്. കേരള ഹെൽത്ത് പോർട്ടൽ എന്താണ്? ആരോഗ്യരംഗത്തിൻ്റെ ഘടന, പ്രവർത്തനം, നേട്ടങ്ങൾ, സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രവും ആധികാരികവുമായ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഔദ്യോഗിക പോർട്ടലാണ്, വെബ് പോർട്ടലാണ്. ഏതാണ്? കേരള ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്നത്. കേരള ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നയങ്ങൾ, പദ്ധതികൾ, കണക്കുകൾ, സേവന വിവരങ്ങൾ എന്നിവ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കി വകുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാക്കുകയാണ് ഈ പോർട്ടലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എല്ലാ വിവരങ്ങളും എന്താണ്? ഒരൊറ്റ ഡിജിറ്റൽ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനായി അംബ്രല പോർട്ടൽ മാതൃകയിൽ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഏത് വെബ് പോർട്ടൽ ഒരുക്കിയിരിക്കുന്ന കേരള ഹെൽത്ത് പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് സിഗ്നേച്ചർ മാർട്ടാണ്. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനികവൽക്കരിക്കുന്ന ലക്ഷ്യത്തോടു കൂടി സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് എവിടെയാണ് നിലവിൽ വന്നത്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്ന ജില്ല ചോദിക്കാം. എവിടെയാണത്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. ദെൻ അടുത്തത് മലയാളം ശ്രീ പദ്ധതിയാണ്. സംസ്ഥാനത്തെ ഓറിയൻ്റൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷാ പഠനത്തിന് ഒരുക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാളം ശ്രീ. ദെൻ SCERTയുടെ ഒരു പൂർണ്ണരൂപമാണ്. എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ് SCERTയുടെ പൂർണ്ണരൂപം. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ് SCERTയുടെ പൂർണ്ണരൂപം. ദെൻ അടുത്തതായിട്ട് സംസ്ഥാനത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. ദെൻ IT കമ്പനികളുമായിട്ടാണ് സഹകരിച്ചെന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ IT പാർക്കുകൾ ഉൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങൾ ലഹരി ഉപയോഗം കാര്യക്ഷമമായി തടയുകയും ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്യുന്നുള്ള കേരള പോലീസിൻ്റെ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പദ്ധതി ഒരു പ്രധാന ഇടപെടലാണ്. ദെൻ അടുത്തതായിട്ട് പറഞ്ഞു വൺ വേർഡ് GK ആണ്. GK മീൻസ് കറണ്ട് അഫേഴ്സാണ്. സോ കറണ്ട് അഫേഴ്സാണ്. കേരളത്തിലെവിടെയും പൊതുജനങ്ങൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശുചിമുറികൾ വേഗത്തിൽ കണ്ടെത്തി ഉപയോഗിക്കുന്നതിനായിട്ട് കേരള ലൂ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം നടപ്പാക്കിയതാണ്. അത് നമ്മുടെ ശുചിത്വ മിഷനാണ്. ശുചിത്വ മിഷൻ ആപ്ലിക്കേഷനാണ് കേരള ലൂ. എന്തിനാണ്? കേരളത്തിലെവിടെയും പൊതുജനങ്ങൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശുചിമുറികൾ വേഗത്തിൽ കണ്ടെത്തി ഉപയോഗിക്കാനായിട്ട് വേണ്ടി ശുചിത്വ മിഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ്. ഏതാണ്? കേരള ലൂ. ദെൻ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതി. ദെൻ അടുത്തതായിട്ട് വരുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രതിശീർഷ വരുമാനത്തിൻ്റെ കണക്ക് രാജ്യത്തെ 7ാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണത്? കേരളം. ദെൻ പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ കൂടുതൽ സാങ്കേതിക മികവോടെ സുരക്ഷിത യാത്രയൊരുക്കാനായി സംസ്ഥാനതല ഓൺലൈൻ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമാണ് ഏത്? കേരള സവാരി 2.0 ആണ്. കേരള സവാരി 2.0. ദെൻ സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കാനായിട്ട് സംസ്ഥാനത്തെ +1 +2 വിദ്യാർത്ഥികൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? HPV വാക്സിനേഷൻ. ഇതെവിടെയാണ് ആദ്യമായിട്ട് പദ്ധതി നടപ്പാക്കിയത്? കണ്ണൂർ ജില്ലയിൽ. ദെൻ സംസ്ഥാനത്തെ ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകൾ സൗജന്യ യാത്ര ഉറപ്പാക്കാനായി ആരംഭിച്ച പദ്ധതി ഏതാണത്? ഹാപ്പി ലോങ് ലൈഫാണ്. സംസ്ഥാനത്തെ ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാനായി ആരംഭിച്ച പദ്ധതി ഹാപ്പി ലോങ് ലൈഫ്. ദെൻ സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ച് നിർണയ ലബോറട്ടറി ശൃംഖല ഹബ് ആൻഡ് സ്പോക്ക് പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാണത്? കേരളമാണ്. ദെൻ സംസ്ഥാനത്തെ 14 ജില്ലകളായി പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആശുപത്രികളെയും ലാബുകൾ ഒരു ഏകീകൃത ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ ലാബ് ശൃംഖല സജ്ജമാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീമും കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് എടുത്തത് തന്നെയാണ്. സോ
ഇതാണ് പാർട്ട് 3 വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 3 ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പുതിയ സ്കീമും കാര്യങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ